ചേട്ടാ നമസ്കാരം. ഒരു സുപ്രധാനമായിട്ടുള്ള കോടതിയുടെ നിരീക്ഷണം ഇന്ന് വന്നിട്ടുണ്ട്. അതായത് മതപരിവർത്തനം അനുവദിക്കാനാവില്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മതപരിവർത്തനം ഭരണഘടനയുടെ 25-ാം വകുപ്പിന് വിരുദ്ധമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം മാത്രമാണുള്ളത്. എന്നാൽ മതപരിവർത്തനം നടത്താനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം ന്യൂനപക്ഷമാകും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വലിയ രീതിയിൽ ചർച്ചയാകേണ്ട ഒരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. മതം മാറ്റം ഭരണഘടനാ ലംഘനമാണ് എന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇത്തരത്തിലുള്ള വിധി നമ്മുടെ രാജ്യത്ത് ഈ വർഷം നരേന്ദ്രമോദി, അതായത് ഈ ടേമിൽ നരേന്ദ്രമോദി കൊണ്ടുവരാൻ പോകുന്ന കൺവേർഷൻ ബില്ലുണ്ട്. അതായത് മതം മാറ്റ നിരോധന നിയമം. ഈ നിയമം കൊണ്ടുവരുന്നതിന് വലിയ രീതിയിലുള്ള ഉം, ഒരു ഊന്നുവടിയായി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ എന്താണ് തോന്നുന്നത് ഈ പുതിയ ഒരു അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെ കുറിച്ച്? നിലവില് നമ്മുടെ സുപ്രീം കോടതിയിൽ ഈ ന്യൂനപക്ഷ പദവിയെ സംബന്ധിച്ചിട്ട് ഒരു ഹർജി കിടപ്പുണ്ട്. ഒന്നല്ല, അനവധി ഹർജികളുണ്ട്. അതിന്റെ ഒരു കേന്ദ്ര സർക്കാരിനോടൊക്കെ കോടതി അതിന്റെ വിശദീകരണം ചോദിച്ചിരുന്നതാണ്. അതൊരു അവസാന ഘട്ടത്തിലാണ് എന്ന് തോന്നുന്നു. ഒരുപക്ഷെ അതിന്റെ വിധി അധികം വൈകാതെ വരുമായിരിക്കും. ആ, അവിടെ ആ വിധി എന്താ എന്ന് ചോദിച്ചാൽ, ഈ ന്യൂനപക്ഷം, നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷത്തിന് പദവി കൊടുക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള മൊത്തം ടോട്ടൽ ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ ഉള്ള വിഭാഗം, ഒപ്പം തന്നെ അതിലെ മൈനോറിറ്റിയാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷെ അങ്ങനെ ആകരുത് എന്നുള്ളതായിരുന്നു ഈ ഹർജിക്കാരുടെ ആവശ്യം. കാരണം കാശ്മീര്, ലക്ഷദ്വീപ്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ 8 ഇടങ്ങളിൽ ഹിന്ദു ന്യൂനപക്ഷമാണ്. അപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ വേണം ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ പദവികൾ നിശ്ചയിക്കാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമായ ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതി, പ്രധാനമന്ത്രി നേരത്തെ സൂചിപ്പിച്ച പോലെ അലഹബാദ് ഹൈക്കോടതിയുടെ സുപ്രധാനപരമായ ഒരു നിരീക്ഷണം വരുന്നത്. ഇങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഒരു ഭൂരിപക്ഷ ഇതിലേക്ക് പോകും എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഇതൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവിടെ വലിയ രീതിയിൽ തന്നെ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അതൊരു ഒരു രഹസ്യമായ കാര്യമല്ല. ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഗോത്രവർഗ മേഖല ആയിരുന്നു. അവിടൊക്കെ ഗോത്രവർഗം എന്ന് പറയുമ്പോൾ അത് ഹിന്ദു മതവിഭാഗത്തിൽ തന്നെ വരുന്ന വിവിധ വിഭാഗങ്ങളാണ്. ആ വിഭാഗങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് നാഗാലാൻഡ് അടക്കമുള്ളിടത്ത് ഇന്ന് 8% മാത്രമാണ് ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത്. അങ്ങനെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും ലക്ഷദ്വീപിലൊക്കെ 2% പോലും ഇല്ല ഹിന്ദു ജനസംഖ്യ. അപ്പം അവിടെയൊക്കെ ബഹുഭൂരിപക്ഷം വരുന്ന സമുദായങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആനുകൂല്യം, ഭൂരിപക്ഷ സമുദായമാണ് അവിടങ്ങളിൽ. പക്ഷെ ന്യൂനപക്ഷ സമുദായത്തിന്റെ ആനുകൂല്യങ്ങളും മറ്റും പങ്കുവെക്കുന്നു. ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പ്രചരണ വേദികളിലൊക്കെ ഈ നരേന്ദ്രമോദി പറഞ്ഞത്. ഈ സംവരണം ഞങ്ങൾ എടുത്തു കളയും എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ ഓരോ സംസ്ഥാനം, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലും ഒരു പുതിയ സെൻസസ് വരികയാണെങ്കിൽ ഇവിടെയും ഹിന്ദു ഭൂരിപക്ഷമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നമ്മുടെ പഴയ കണക്കുകൾ മാത്രമേ ഉള്ളൂ, പുതിയ കണക്കുകൾ ഒന്നും തന്നെ നമുക്കില്ല. അപ്പോൾ ആ കണക്കുകൾ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ ഇത് എന്താണ് ഉള്ളതെന്നുള്ളത്. ഏതായാലും ഒരു സുപ്രധാനപരമായ ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. കാരണം അതിനും മാത്രം വലിയ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അതായത് ഒന്ന് ആന്ധ്രാപ്രദേശില്, മറ്റൊന്ന് തമിഴ്നാട്ടിലെ, കേരളം അടക്കമുള്ളിടങ്ങളിലെ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ഇതെല്ലാം നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് വായിച്ച ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് നടക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയാണ്. അതായത് ഈ ഒരു ബ്രിട്ടീഷ് പൗരനാണെന്ന് അറിയില്ല, ഒരു വിദേശ പൗരന്റെ നേതൃത്വത്തിലാണ് ഈ മണിപ്പൂരിൽ നിന്നും മ്യാൻമാർ, അതുപോലെ ബംഗ്ലാദേശും അടക്കമുള്ളിടത്ത് ഒരു ക്രിസ്തുരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു നീക്കം നടത്തുന്ന ഒരു വലിയ വാർത്ത തന്നെ പുറത്തു വന്നിരുന്നത്. അത് ബംഗ്ലാദേശും വളരെ ഗൗരവത്തിലാണ് ഇതിനെ കാണുന്നത്, മ്യാൻമാറും അതിനെ ഗൗരവത്തിലാണ് കാണുന്നത്, ഒപ്പം തന്നെ മണിപ്പൂരിന്റെ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില സംഘടിത നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളമടക്കമുള്ള ഇന്ത്യയുടെ എല്ലാ തീരപ്രദേശങ്ങൾ കേന്ദ്രമാക്കി ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് ഈ രാജ്യാന്തര തലത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ ഇന്ത്യക്ക് വരുതിയിൽ നിർത്താം, അതായത് ഇന്ത്യയെ വരുതിയിൽ നിർത്തി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ അവരുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കൾട്ടുകൾ ഒരുപാട് രൂപപ്പെടണം. അത്തരത്തിലുള്ള കൾട്ട് ഗ്രൂപ്പുകളാണ് കൂടുതലായി ഇത്തരത്തിൽ വരുന്നത്. ഇത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ മതപരിവർത്തനം നടക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുന്നതും കാണാൻ പറ്റും. മതപരിവർത്തനം നടത്തുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സഭയോ ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സംവിധാനമോ ഒന്നും അല്ല. പലപ്പോഴും വിവാഹത്തിലൂടെ മതം മാറ്റിയെടുക്കും, ഇല്ലെങ്കിൽ സാമ്പത്തികം വാഗ്ദാനം ചെയ്ത് മതം മാറ്റിയെടുക്കും. അങ്ങനെ പ്രലോഭനങ്ങളിൽ കൂടെയുള്ള മതം മാറ്റം വിരുദ്ധമാണ് എന്ന് കർണാടകയിൽ നിയമം പാസ്സാക്കിയിട്ടുള്ളതാണ്. എല്ലായിടത്തും ഈ മതപരിവർത്തനത്തിനെതിരെ നിയമം പാസ്സാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഈ മതപരിവർത്തന നിയമം എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇപ്പൊ യു പിയിൽ ഈ അടുത്ത സമയത്ത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നത്. ആ നിയമത്തിൽ പറയുന്ന കാര്യം,
2 മാസം മുമ്പ് ഈ മതപരിവർത്തനം നടത്തുന്ന വ്യക്തി 2 മാസം മുമ്പ് അത് ജില്ലാ മജിസ്ട്രേറ്റിന് മുമ്പിൽ സാക്ഷ്യപത്രം നൽകേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിൽ പങ്കെടുക്കുന്നവരുടെ ഡീറ്റെയിൽസും മറ്റും 1 മാസത്തിന് മുമ്പ് നൽകേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസും മറ്റും പോലീസ് ഓഫീസേഴ്സിനും മറ്റും ഒക്കെ 1 മാസം മുമ്പ് നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ നിയമം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് മതം മാറുന്നതിന് ഈ രാജ്യത്ത് യാതൊരു എതിർപ്പോ തെറ്റോ ഒന്നുമില്ല. പക്ഷെ ആ മതം മാറ്റം ഒരുപാട് ചൂഷണങ്ങൾക്കും മറ്റും വിധേയമാകരുത്. പ്രത്യേകിച്ച് വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം, അതുപോലെ തന്നെ പണം നൽകാമെന്നുള്ള വാഗ്ദാനം, ഇല്ല ജോലി നൽകാമെന്നുള്ള വാഗ്ദാനം, ഇങ്ങനെ പലതരം പ്രലോഭനങ്ങളിൽ പെടുകയും പിന്നീട് ഇവരെല്ലാം കോടതി സമീപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് മതപരിവർത്തനത്തിന്റെ കാര്യം. പക്ഷെ മതപരിവർത്തനം തടയിടുക എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഈ കേന്ദ്ര സർക്കാർ ആത്യന്തികമായി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. സ്വയം ഒരാൾ പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ഇന്റലക്ച്വൽ ആയിട്ട് ഉള്ള ഒരു മാറ്റമാണ്, ബൗദ്ധികപരമായ ഒരു മാറ്റമാണ്. ഭൗതിക തലത്തിൽ മാറുന്നത് എത്ര പേര് മാറും ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക്? കാരണം ഒരു മതത്തെ പൂർണ്ണമായി പഠിക്കുമ്പോഴാണല്ലോ ആ മതം മോശമാണ്, അതിനേക്കാൾ നല്ലത് മറ്റേ മതമാണ് എന്നറിയുന്നത്. അങ്ങനെ ആ പഠിച്ചിട്ടൊക്കെ മാറുന്ന എത്ര പേര് നമ്മുടെ ലോകത്ത് തന്നെ ഉണ്ടാകും? വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതായാലും ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ. ഇതായാലും ന്യൂനപക്ഷ പദവി ഇപ്പോൾ ഈ കോടതി വിധി എതിരായാലും ഇന്ത്യയിൽ മതപരിവർത്തനത്തിന് ചുക്കാൻ പഠിക്കുന്ന ഇവാഞ്ചലിസ്റ്റുകളാണോ ഏറ്റവും കൂടുതൽ? ഇവാഞ്ചലിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ. ബാപ്റ്റിസ്റ്റുള്ള ഇവാഞ്ചലിസ്റ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ ഈ ഇസ്ലാമിക ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാമാണ് പ്രധാനമായിട്ട് ഈ ഫണ്ട് ഒഴുക്കുന്നതും മതപരിവർത്തനം നടത്തുന്നത്. കാരണം ഈ പുതിയ കുട്ടികൾ ജനിച്ച് വന്ന് അവരുടെ ഒരു കണക്കെടുക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എന്താ പറയുന്ന നല്ല കച്ചവടം നടക്കുന്ന ഒരു കട എങ്ങനെ വാങ്ങിക്കാമെങ്കിൽ നമുക്ക് നാളെ ഒരു കച്ചവടം നടത്തി പെട്ടെന്ന് പോകാൻ പറ്റും. പുതിയൊരു കട പണിത് അതിനകത്ത് ആളെ കൂട്ടി വരുമ്പോഴത്തേനും ടൈം എടുക്കും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ തമിഴ്നാട്ടിലും മറ്റൊക്കെ നടക്കുന്നത് ഹിന്ദു വിഭാഗത്തിൽ പെടുന്നവരെ പെട്ടെന്ന് തന്നെ കൺവെർട്ട് ചെയ്തെടുക്കുക. അതിനായിട്ട് അവർ പല ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് അവർ ജാതീയപരമായ എന്താണ് ജാതീയ ഉച്ചനീചത്വങ്ങളെ കൊണ്ട് ഹിന്ദുത്വത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഉച്ചനീചത്വത്തിന്റെ ഒരു റിപ്പോർട്ടിങ്ങും കഴിഞ്ഞ ഒരു 10 വർഷം ആയിട്ട് ഇന്ത്യയിലെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഈ കഥകളൊക്കെ പോയി. എന്താ ഈ സവർണ്ണൻ ആവർണ്ണൻ എന്നൊക്കെ ഉള്ള കഥകൾ പോയി. പകരം ഇപ്പൊ ഇവർ പുതിയ ടൂൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ പ്രണയം നടിച്ച് കൊണ്ടുവരുന്നു. പ്രണയം തെറ്റൊന്നും അല്ല, പ്രണയിക്കുന്നതും തെറ്റൊന്നുമല്ല, എല്ലാ മതത്തിൽപ്പെട്ടവരെയും പ്രണയിക്കാനും കഴിയും. പക്ഷെ ഈ പ്രണയം നടിച്ച് കല്യാണം കഴിഞ്ഞിട്ട് പ്രണയം വിവാഹത്തിൽ എത്തുന്ന സമയത്ത് പെൺകുട്ടിയോട് പറയുന്നു, ഇല്ലെങ്കിൽ ചെറുക്കനോട് വരനോട് പറയുന്നു, നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരുമല്ല മതപരിവർത്തനം നടത്തണം എങ്കിലേ നടക്കൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം എത്തുന്നു. ഒപ്പം തന്നെ മത പരിവർത്തനത്തിലേക്ക് മാറും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് വഴിവെക്കും അത്. കാരണം ഈ പോകുന്നവരുടെ ബേസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു തന്നെയാണ്. സ്വാഭാവികമായി ഇവരുടെ സഹോദരങ്ങളും മറ്റുള്ളവരും ഒക്കെ ആ ഹിന്ദു സമൂഹത്തിൽ നിൽക്കുകയും നാളെ ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു സംഘർഷമോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റോ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി ഇതൊരു വലിയ കലാപത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ ഹിന്ദുത്വത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല വാർത്തകൾ കണ്ടു. ഹിന്ദുത്വത്തിലേക്ക് ഗർവാപ്പസി തിരിച്ചു വരുന്നുണ്ട് അനവധി പേര്, സനാതന ധർമ്മത്തിലേക്ക് മടങ്ങി വരുന്നവരും ഉണ്ട് അനവധി പേര്. അപ്പൊ ഇങ്ങനെ ഒരു മതപരിവർത്തനം നടക്കുന്നു. പക്ഷെ മതപരിവർത്തനം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ അധിക നാൾ പറ്റില്ല. കാരണം അതിനൊരു നിയമം വരുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം പല സംസ്ഥാനങ്ങളിലും നിലവിൽ ആ നിയമമുണ്ട്. ഈ BJP 2019 മുതൽ അവർ നടപ്പാക്കുന്ന ഒരു രീതിയുണ്ട്. ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് എവിടെയെങ്കിലും നടത്തും, ഒരു ടെസ്റ്റ് ഡോസ്. അത് UP ആദ്യം അവർ കർണാടകത്തിലാണ് ഈ മതപരിവർത്തന നിരോധന നിയമം ആദ്യം കൊണ്ടത്, പിന്നെ ആസാമിൽ കൊണ്ടു, പിന്നെ UP കൊണ്ടുവന്നു, അങ്ങനെ പലയിടത്തും പിന്നെ ഉത്തരാഖണ്ഡിൽ കൊണ്ടുവന്നു, അങ്ങനെ പലയിടത്തും കൊണ്ടുവന്നിട്ട് ഒരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ ഇവരിത് നടത്തും. അപ്പൊ അവിടുത്തെ പോരായ്മകൾ എന്താണ്, അവിടുത്തെ ഗുണങ്ങൾ എന്താണ്, ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് അവര് രാജ്യം മുഴുവൻ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. 2014 മുതൽ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവര് ഒരു ബില്ല് കൊണ്ടുവരുന്നു, മൊത്തത്തിലുള്ള ബില്ലാണെങ്കിൽ. ഇപ്പൊ അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ബില്ല് വരാൻ സാധ്യതയുണ്ട്. ഒപ്പം ഈ ന്യൂനപക്ഷ പദവി എന്നുള്ളതിന്റെ ആ ഒരു വിധി അധികം വൈകാതെ വരും. ആ വിധി എതിരായാൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ മതസമ്മേളനങ്ങളിലെ മതം മാറ്റങ്ങൾ അനുവദിക്കാനാകില്ലെന്നാണ് ഇപ്പോൾ കോടതി പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഭാരതത്തിലെ ഭൂരിപക്ഷ ജനത ന്യൂനപക്ഷമാകുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് ഡൗട്ടുള്ളത്, ഈ മതസമ്മേളനങ്ങളിൽ ആൾക്കാരെ എത്തിച്ച് മതം മാറ്റം നടത്തുന്ന കൈലാസ് എന്ന് പറഞ്ഞ ആളുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ കൈലാസ് എന്ന് പറയുന്ന ആള് ഒരു ഹിന്ദു നാമധാരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അയാളുടെ മതം വ്യത്യസ്തമാണോ എന്ന് എനിക്ക് വ്യക്തമല്ല. അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടോ? അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് മതപരിവർത്തനത്തിന് ആൾക്കാരെ എത്തിച്ച് അവർക്ക് മതമാറ്റം നടത്തുന്ന അങ്ങനെ ഒരു രീതി നടക്കുന്നുണ്ടോ? ധനുഷ, ഈ പേരിലൊന്നും ഒരു കഥയില്ല. ഈ പേരെല്ലാം ഹിന്ദു പേരാണ്. ഈ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക്, നമ്മുടെ കേരളത്തിന്റെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് അടുത്തൊക്കെ ചെല്ലാമെങ്കിൽ നമുക്ക് ആ ക്ഷേത്രങ്ങളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തൊക്കെ ചെല്ലാമെങ്കിൽ അനന്തപത്മനാഭൻ ഹോട്ടലൊക്കെ കാണാൻ കഴിയും. അതൊക്കെ ഹിന്ദുക്കളാണ് നടത്തുന്നത്.
ഉം. അത് പേരിലൊന്നും കാര്യമില്ല. കാരണം ഈ മതപരിവർത്തനത്തിനകത്ത് ഏറെ പോകുന്നതൊക്കെ അതേപോലുള്ള ഹൈന്ദവർ തന്നെയാണ്. കാരണം അവർ ആദ്യം കൺവെർട്ട് ആകുന്നു, പിന്നീട് അവർ മുഖേന കൺവെർട്ട് ആകുന്നു. അതുപോലെ തന്നെ ഞാൻ പേര് പറയുന്നില്ല, കേരളത്തിൽ തന്നെ ഒരു സഭ, ആ സഭ അത്യാവശ്യം നല്ല സാമ്പത്തികമൊക്കെ ഉള്ള സഭയാണ്. അദ്ദേഹം അതിലെ ബിഷപ്പ് പങ്കെടുക്കുന്ന വലിയ സമ്മേളനങ്ങളുണ്ട്. ആ സമ്മേളനങ്ങളിൽ വെച്ചിട്ട് ഉം. 100 കണക്കിന് പേര്, 50 കണക്കിന് പേര് ഈ ക്രിസ്തു മതം സ്വീകരിക്കുന്നുണ്ട്. ഒരു രീതിയുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഉം. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 25,000 രൂപയാണ് ഒരാളെ കൊണ്ടു കൊടുക്കുന്നതിന് ഈ കൊടുക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നത്. വരുന്ന ആൾക്ക് 50,000 രൂപയും കിട്ടും. ഒരു വലിയ ഓ. സഭയാണ്. പുള്ളി ബിഷപ്പ് ആയിരുന്നു, ഇപ്പൊ ഇല്ല. അപ്പോ ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് എല്ലായിടത്തും ഉണ്ട്. ഇത് വളരെ വ്യാപകമാണ്. പ്രത്യേകിച്ച് ഈ ഉം. പറയുന്ന സൗത്ത് ഇന്ത്യകളില്, അതുപോലെ തന്നെ ഈ ഈ പിന്നെ ആദിവാസി മേഖലയിലൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഉത്തരാഖണ്ഡിലൊക്കെ വലിയ സംഘർഷം നടന്നത്. അവിടെ ഉത്തരാഖണ്ഡിൽ മതം മാറ്റത്തിന് വേണ്ടി ഇസ്ലാമിസ്റ്റുകൾ വലിയ ശ്രമം നടത്തുമ്പോഴാണ് അവിടെയുള്ള ഗോത്രവർഗ വിഭാഗങ്ങൾ അതിനെതിരെ അമ്പും വില്ലുമായിട്ടൊക്കെ വലിയ രീതിയിൽ കലാപങ്ങൾ നടക്കുകയും അനവധി പേർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. എനിക്ക് തോന്നുന്നു 2022 കാലഘട്ടത്തിലാണ്, 2022 സംഭവിച്ചത്. ഉത്തരാഖണ്ഡിലും ഒക്കെ ഉം. വലിയ രീതിയിൽ കാരണം ഇവരുടെ ഈ ഗോത്ര വർഗത്തിന്റെ ഇടയിൽ കടന്നു കയറി ഇവരെ മതം മാറ്റാൻ ശ്രമിച്ചതൊക്കെ വലിയ സംഘർഷം കലാപമൊക്കെ ആയിട്ട് മാറിയതുണ്ട്. അപ്പം ഇങ്ങനെ ഒരു നിയമം കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇതിനെ തടയിടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അതൊരു യാഥാർത്ഥ്യം. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചേട്ടാ ചോദിക്കേണ്ടത്, ഈ അമേരിക്ക ഇന്ത്യയെ തകർക്കാനായിട്ട് നേരത്തെ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തീരദേശം, ഇന്ത്യയിൽ കൂടുതൽ തീരദേശങ്ങളാണല്ലോ. അതായത് ഇന്ത്യ ഒരു പെനിൻസുലർ റീജിയൻ ആയതുകൊണ്ട് തീരദേശങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ആ തീരദേശങ്ങളുമായി പ്രവർത്തിച്ച് ഒരു ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് ഉണ്ടാക്കി ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ ഒരു നീക്കം നടത്താനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നൊരു ആരോപണം, അത് പാകിസ്ഥാനുമായിട്ട് ചേർന്നിട്ടാണ് എന്ന് പറയുന്നു. മറിച്ച് പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശിനെയും അടക്കം വരുതിയിൽ നിർത്താം എന്ന് അമേരിക്കയ്ക്ക് ഒരു നീക്കം നടത്തുന്നു എന്ന് പറയുന്നുണ്ട് പല ആൾക്കാരും, പല നിരീക്ഷകന്മാരും അല്ല, ഇതിനെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് വളരെ ഔദ്യോഗികമായിട്ടുള്ള ശക്തമായ ഒരു നിരീക്ഷണം റിപ്പോർട്ടുകളൊന്നുമില്ല. തന്നെയാണത്. അല്ല, ഇത് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതല്ലല്ലോ ഈ സാധനം. ഇത് പ്രധാനമന്ത്രി 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു ഇത്തരത്തിലുള്ള ചില കൾട്ടുകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നത്. അതിനകത്തൊരു കൾട്ടാണ് ഈ സാധനം. അതായത് ഇത്തരത്തിലൊരു സാധനം വളരെ വ്യാപകമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ലക്ഷ്യം, കാരണം അവർക്ക് ഫണ്ട് വേണം. ഇങ്ങനെ ഈ മതപരിവർത്തനം മറ്റുള്ള നടത്താനായിട്ടാണെങ്കിലും മറ്റും ഇതിന് വലിയ രീതിയിൽ ഫണ്ട് വേണം. ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ വലിയ രാജ്യങ്ങൾ തന്നെ സഹായിച്ചിട്ടാണ് ഫണ്ട്. അമേരിക്കയൊക്കെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക, തങ്ങളുടെ വരുതിയെ നിർത്തുക. കാരണം തങ്ങൾ വിചാരിച്ചാൽ കലാപം ഉണ്ടാക്കാൻ ബദല് തങ്ങൾ വിചാരിച്ചാൽ എന്ത് മുടക്കാൻ കഴിയുന്ന ഒരു സംഘം ആളുകൾ ഈ രാജ്യത്തുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പറയുന്നത് കേൾക്കും. ഇങ്ങനെ ഈ അമേരിക്ക എന്നുള്ള രാജ്യങ്ങളൊക്കെ ഇത് പല രാജ്യങ്ങൾ, പല ചെറു രാജ്യങ്ങളിലുമൊക്കെ പ്രയോഗിച്ച് വിജയിച്ച കാര്യമാണ്. പക്ഷെ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് അത് അസാധ്യമാണ്. ഒരുപക്ഷെ ഈ മൂന്നാം മോദി മന്ത്രിസഭയുടെ കാലത്ത്, അപ്പൊ ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അതിന്റെ ഒരു പകുതി വരെയെങ്കിലും, അതിന്റെ 50% എങ്കിലും അതിന് തടയിടാനും തകർക്കാനും കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആദ്യത്തെ 6 മാസം അദ്ദേഹം അതിനുവേണ്ടി തന്നെയാണ് നീക്കിവെച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂ അദ്ദേഹം എങ്ങനെയായിരിക്കും ആ പറഞ്ഞത്. നീക്കം? നരേന്ദ്രമോദി എങ്ങനെയായിരിക്കും ഇതിനെ തടയിടാൻ ശ്രമിക്കുന്നത്? എന്താണ് നരേന്ദ്രമോദിയുടെ മൂവ്? അത് ഒന്ന് അതിന്റെ ഒരു നിയമം വരിക എന്നുള്ളത് തന്നെയാണ് ഈ മതപരിവർത്തനത്തിന്റെ നിയമം. പിന്നെ അതുപോലെ തന്നെ ഈ മതത്തിന്റെ പേരില് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ തമിഴ്നാട്ടില് മധുരയിൽ അടക്കം ഒരു റെയ്ഡ് നടന്നു. അവിടെ ഒരു പുതിയ തീവ്രവാദി സംഘടനയുടെ പേരാണ് ഉയർന്നു വന്നത്. ഈ തീവ്രവാദി സംഘടന ചെയ്യാതെ ആളെ കൊല്ലുക എന്നുള്ളതല്ല അവരുടെ പ്രധാന പണി. അവർ ഈ സോഷ്യൽ മീഡിയ വഴി സ്വന്തം മതത്തിലും മറ്റു മതത്തിലുമൊക്കെ ഉള്ള ഓരോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കും. അതായത് സ്വന്തം മതത്തിൽ ഉണ്ടാക്കുമ്പോഴത്തേനും ആ വീഡിയോ കാണുന്നവരോ ഇല്ലെങ്കിൽ ആ വാർത്ത കാണുന്നവരോ ഒക്കെ സ്വാഭാവികമായും ഒന്ന് ഇളകും. നമ്മുടെ മതത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് എന്നിട്ട് ഇവർ തന്നെ അപ്പുറത്തും ചെയ്യും. ഇതേ രീതിയിൽ ചെയ്തിട്ട് കലാപ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരക്കാർക്ക് കൂട്ടിടുക. അതുപോലെ തന്നെ ഈ മതപരിവർത്തന നിയമത്തിന്റെ കർശനമാക്കിക്കൊണ്ട് അതിന് തടയിടുക. പിന്നെ കുറച്ചുകൂടി ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇങ്ങനെയുള്ള കാര്യം. അപ്പോ ഇനിയിപ്പോ വരാൻ പോകുന്ന പറഞ്ഞാൽ പുതിയൊരു അമെന്റ്മെന്റ് എന്തായാലും കൊണ്ടുവരും പാർലമെന്റിൽ. അതായത് ഈ നിർബന്ധിത മതപരിവർത്തനം തടയുന്ന ഒരു ബില്ല് കൊണ്ടുവരും. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ തന്നെ ഈ പൈസ കൊടുത്തിട്ടുള്ള പരിപാടികളും അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കുറച്ചൊക്കെ നിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷ പദവികളുടെ ആ ഒരു വിധി കൂടെ വന്നാൽ ഈ ന്യൂനപക്ഷത്തിൽ നിന്ന് കിട്ടുന്ന, അതായത് പല സ്റ്റേറ്റുകളിൽ ഏതാണ്ട് 8 സംസ്ഥാനങ്ങളിൽ ഹിന്ദു ന്യൂനപക്ഷമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ ഒരു ഇത് കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഇപ്പോൾ തന്നെ നിരീക്ഷണത്തിലും ഒപ്പം തന്നെ പലരെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നൊക്കെ 6 പേരോളം അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഘടനകളൊക്കെ ചെയ്യുന്നത് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഈ മതപരിവർത്തനത്തിന്റെ മറവിൽ നടക്കുന്നതും ഈ ഇതുപോലുള്ള കലാപങ്ങൾക്കുള്ള ശ്രമം കൂടിയുണ്ട്. ഈ മണിപ്പൂരൊക്കെ നമ്മൾ കാണുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമാണെങ്കിലും അത് ആളിക്കത്തിച്ച് വലുതാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ശ്രമം വിദേശത്ത് നിന്ന് പോലും ഫണ്ടിറക്കി ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അല്ലാതെ ഇവർക്ക് ഒറ്റയടിക്ക് മതത്തിൽ ആളെ കൂട്ടിയിട്ട്, ഞാൻ ഈ പ്രമുഖരായിട്ടുള്ള
ക്രിസ്തീയ സഭാ നേതാക്കന്മാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിലേക്കൊന്നും ആരും വരണ്ട, ഉള്ളവരെ തന്നെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് എന്നാണ് അവര് പറയുന്നത്. സംഭവം ശരിയാണ്, കാരണം പുതിയതായിട്ട് ഈ മതത്തിലോട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് എന്താന്ന് വെച്ചാൽ ചില മത നേതാക്കന്മാര് അവരുടെ പക്ഷത്തേക്ക് ആളെ കൂടുതൽ കയറ്റിക്കൊണ്ട് അത് വെച്ചിട്ട് സർക്കാരുകൾക്ക് മുമ്പിൽ വില പറയുകയും സർക്കാരുകളെ വിരട്ടി നിർത്താൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഇവിടെ ഈ മതം മാറി കഴിയുമ്പോൾ എങ്ങനെയാണ് സംവരണം കിട്ടുന്നത് എന്നൊരു ചോദ്യം വലുതായിട്ട് വരുന്നുണ്ട്. അതാണ് ആദ്യം എടുത്ത് കളയേണ്ടത്. അതായത് ഹിന്ദു മതത്തിൽ സംവരണം പറയുന്ന കാസ്റ്റുകളുണ്ട്, ആ കാസ്റ്റുകൾ പോയിട്ട് വേറൊരു മതത്തിൽ ചേർന്നിട്ട് പിന്നെ അവർക്ക് എങ്ങനെ സംവരണം കൊടുക്കേണ്ടത്, അതെടുത്ത് കളയുമ്പോൾ തന്നെ പകുതി ഇടപാട് തീരും. ഇതിപ്പോ അതിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. മതം മാറിയാലും ആ സംവരണം ഇതിൽ വേണം എന്നുള്ളത്. അത് പറ്റില്ല എന്ന് വിവിധ സംസ്ഥാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും എല്ലാത്തിനും കൂടി ഈ വർഷം ഒരു തീരുമാനം ഉറപ്പായിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചേട്ടാ, അവസാനമായിട്ട് ഒരു ചോദ്യം. അതായത് ഈ മണിപ്പൂർ പറഞ്ഞതുകൊണ്ട് പറയുക, കാരണം ഈ കോൺഗ്രസ് 60 കൊല്ലം രാജ്യം ഭരിച്ചതിന്റെ ഒരു തിക്തഫലമാണ് ഈ 10 കൊല്ലം നരേന്ദ്രമോദി മണിപ്പൂരിന്റെ വിഷയത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു ലോബി അതേസമയം അപ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ നോർത്ത് ഈസ്റ്റ് മൊത്തം മതം മാറ്റി നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനായിട്ട് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ അതിനകത്ത് അവര് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പല ആൾക്കാർക്കും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതായത് അമേരിക്ക എങ്ങനെയാണ് തീരദേശങ്ങളിലെ ആൾക്കാരെ മതപരിവർത്തനത്തിൽ ഇവാഞ്ചലിസ്റ്റുകളെ ഫണ്ടിറക്കി നിയോഗിച്ച് അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് അസ്ഥിരപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളൊരു ഒരു ഡൗട്ട് പല ആൾക്കാർക്കും കാണും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മണിപ്പൂർ. കാരണം മണിപ്പൂരിൽ നമ്മൾ ഇത്രയും കാലം 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ച് ആ നോർത്ത് ഈസ്റ്റ് മൊത്തം മതം മാറ്റി അവിടെ മുഴുവൻ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇപ്പോ അവിടെ കലാപങ്ങൾ സൃഷ്ടിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ഇന്നലെ മണിപ്പൂർ വിളികളുമായിട്ട് നരേന്ദ്രമോദിയുടെ പ്രസംഗം പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തി. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, ഈ മണിപ്പൂരിൽ എന്തായിരിക്കും നമ്മുടെ ഒരു പരിഹാരം എന്ന് പറയുന്നത്? മോദിക്ക് അതിന് പരിഹാരം കാണാൻ സാധിക്കും? അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അല്ല, ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ക്രിസ്ത്യൻ മതവുമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലല്ലോ ഈ മണിപ്പൂരിൽ നിന്ന് മാത്രമല്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നും. ഇപ്പൊ ഇനി അതിലും വലിയൊരു സംഘർഷം വരാൻ പോകുന്നു ഈ നാഗന്മാരും കുക്കികളുമായിട്ട് ഉള്ള ഒരു, ഇപ്പൊ മേത്തികളും കുക്കികളുമായിരുന്നു. ഒരു കാലത്ത് നാഗന്മാരും കുക്കികളും തമ്മിലായിരുന്നു. ഈ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള അടി എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ഈ കേരളത്തിലൊക്കെ പണ്ട് നായർ ഈഴവ സംഘർഷങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴതൊന്നും ഇല്ല. അതേപോലെ തന്നെ ഇത്തരം ഗോത്രവർഗ്ഗങ്ങളിൽ ഉള്ള ഒരു സംഘർഷം പതിവാണ്. ഈ കുക്കികളുടെ ഇടയിലും നാഗന്മാരുടെ ഇടയിലും ഒക്കെ ഒരു പതിവ് കാഴ്ചയായിട്ട് നമ്മൾ കാണാൻ കഴിയും. ഇവരുമായിട്ട് ഇത് പലവട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്. അവരുടെ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഏതാണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാകുമെന്നാണ്. ആദ്യം അവർ പറഞ്ഞത് 7 മാസത്തിനുള്ളിൽ പരിഹാരം എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ പരിഹാരം എന്നാണ് തോന്നുന്നത്. കാരണം ഈ ഇവരുടെ ചില അടിസ്ഥാനപരമായ ചില ഡിമാൻഡുകളുണ്ട്. ഈ കലാപം ശരിക്കും പറഞ്ഞാൽ ഈ ഡിമാൻഡുകളുടെ പേരിലല്ല, പകരം അവിടെ വ്യാജ വാർത്തകളാണ് ഈ കലാപത്തിന് ആക്കം കൂട്ടുന്നത്. ഒരാളെ കൊന്നു, ഒരു ബാലനെ തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, കൊന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വികാരമുണ്ട്. ഇത് ഒരു വലിയ കലാപമാക്കി മാറ്റാനായിട്ട് ഈ മ്യാൻമാറിൽ നിന്നും മറ്റും കയറുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതായത് ഈ ഭീകരന്മാരെ സംബന്ധിച്ച്, അത് ഏത് തരത്തിലുള്ള ഭീകരനാണെങ്കിൽ തന്നെയും ഭീകരന്മാരെ സംബന്ധിച്ച് അവർക്ക് ഈ ബോംബ് പൊട്ടിക്കുന്നതും വെടിവെക്കുന്നതിനേക്കാളും വളരെ ഈസിയാണ് ഇതുപോലെയുള്ള ചില ആളുകളെ വിലക്കെടുത്തുകൊണ്ട് ഇതുപോലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കലാപം ഉണ്ടാക്കുക വളരെ എളുപ്പമാണ്. കാരണം CCTV പെടില്ല. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ ഈ ഒരു കലാപം ഒരിടത്ത് ആളെ കൂട്ടിക്കൊണ്ട് വണ്ടിക്ക് കല്ലെറിയ, ലോറി കത്തിക്കുക, ഇല്ലെങ്കിൽ ആളെ കൊല്ലുക വളരെ എളുപ്പമാണ്. മറ്റേ ബോംബ് ഉണ്ടാക്കണ്ട, അതിന്റെ റിസ്ക് ഇല്ല, അല്ലെങ്കിൽ ചാവേറായിട്ട് ചെന്ന് പൊട്ടണ്ട, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പലയിടത്തും, അത് ഇന്ത്യയിലാണ് അത് ഏറ്റവും കൂടുതൽ ഭീകരർ ഈ അടുത്ത കാലത്ത് അത് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. പക്ഷെ അത് വളരെ UP ഒക്കെ വളരെ ശാന്തമായി, യോഗിയെ പോലുള്ള മുഖ്യമന്ത്രിമാർ വന്നപ്പോൾ അതിനൊക്കെ ശക്തമായി അടിച്ചമർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന രീതി കണ്ട്. എങ്കിൽ പോലും UP അടക്കം ഇപ്പോഴും പല ആഘോഷ സമയങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന് ഏതാണ്ടൊക്കെ ഒരു അറുതി വരുത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 2025 ആകുമ്പോഴത്തേക്ക്. അത് കാരണം പ്രധാനമന്ത്രി തന്നെയാണ് പറഞ്ഞത് ആദ്യത്തെ 6 മാസം കൊണ്ട് ഇത്തരത്തിലുള്ള കട്ടുകളെ ഇല്ലാതാക്കും. കട്ടുകളൊക്കെ കുറച്ചൊക്കെ അകത്തു പോവുകയും അത്തരത്തിലുള്ള മാധ്യമങ്ങളെ പൂട്ടിക്കെട്ടുകയും അതുപോലെ നേതൃത്വം കൊടുക്കുന്നവരൊക്കെ അകത്തു പോവുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊരു ശമനം ഉണ്ടാകും. കാരണം നേതാക്കന്മാരല്ലാതെ ഗ്രൂപ്പുകൾക്ക് ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും മതപരിവർത്തനം അനുവദിക്കാനായില്ല എന്ന ഹൈക്കോടതി വിധി, ഹൈക്കോടതിയുടെ നിരീക്ഷണം, പരാമർശം അപ്പൊ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാമത്തെ ടേമിൽ ഏറ്റവും അധികം ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ബില്ലെന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡാണ്. അപ്പൊ അതിനകത്ത് തന്നെയായിരിക്കും കൺവേർഷൻ ബില്ലൊക്കെ കൊണ്ടുവരിക എന്നാണ് ബിജുചേട്ടൻ അഭിപ്രായപ്പെടുന്നത്. പോരാത്തതിന് കൺവേർഷൻ ബില്ല് ഒരു സെപ്പറേറ്റ് ബില്ലായിട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയും കുറവാണെന്നും ഒരു നിരീക്ഷണമുണ്ട്. എന്തായാലും 6 മാസത്തിനകം ഇത് പ്രതീക്ഷിക്കാം എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് പല ആൾക്കാരും ഈ ഹൈക്കോടതിയുടെ പരാമർശത്തെ കാണുന്നത്. വരുന്ന നാളുകളിൽ ഇതിന്റെ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ നമുക്ക് കൂടുതൽ ചർച്ചകളുമായിട്ട് വീണ്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.